ഹലോ ഫ്രണ്ട്സ്, ഏതാണ്ട് 130 ദിവസം കാറ്റിന്റെ ബാക്കി നിൽക്കുക. എത്ര മണിക്കൂർ ഇനി ഞാൻ ഡെയിലി പഠിക്കണം എന്നുള്ളൊരു ചോദ്യം പലയിടത്തുനിന്നും വരാറുണ്ട്. ഇതുപോലെ കൂടെ വരുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഞാൻ വിട്ടോട്ടെ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കുറച്ച് മുന്നത്തെ 2 വീഡിയോ മുന്നേ ഞാൻ ഓൾറെഡി ചെറുതായിട്ട് പരാമർശിച്ചിരുന്നു. പക്ഷേ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് വിചാരിച്ചത്. സോ ഈ 2 ക്വസ്റ്റ്യൻ, എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം ഫോർ കാറ്റ്, അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. 2, കുറച്ച് ടോപ്പിക്സ് വിടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. എനിക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ളത്, ഒന്ന്, ഒരു 2 മാസം മുന്നേ എൻ്റെ അടുത്ത് ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മെന്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നത്, നിങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ ഒരു ദിവസം കൊടുത്താൽ മതി. ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കത് പതുക്കെ കൂട്ടി ഒരു 3, 4, 5 ആക്കി ഒരു മാക്സിമം ഒരു 5 to 6 വരെ കൊണ്ടെത്തിക്കാം എന്നുള്ളത്. ഇതൊരു മാൻഡേറ്ററി കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. 6 മണിക്കൂർ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ കാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. 100% സിലബസും പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പോയാൽ മാത്രമേ കാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാറ്റ് ലോ സ്കോറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഏതാണ്ട് 198-ൽ 10-50 മാർക്കൊക്കെ വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് IIM കോഴ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു എക്സാം ആണ്. അതായത് അത്രയും അധികം ക്വസ്റ്റ്യൻസ് വിടാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു പരീക്ഷയ്ക്ക് എന്തിനാണ് ഫുൾ സിലബസ് പഠിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തിനാണ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പല ആൾക്കാരും ഇതിനെ വളരെ ലഘൂകരിച്ച് കാണുന്നുണ്ടാവാം. പക്ഷേ ദിസ് ഈസ് ടൈം വെൻ വി ഷുഡ് ആക്ച്വലി ടോക്ക് അബൌട്ട് ദി സീരിയസ്നെസ് ഓഫ് ദി മാറ്റർ. ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, നിങ്ങൾ 22 ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ക്വാണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവുക. അതായത് കാറ്റിൽ മുഴുവൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കാറ്റിൽ മുഴുവൻ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ്സ് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലാണ്. കാരണം അല്ലാത്തുള്ള കോൺസെപ്റ്റ്സും വളരെ ഭാരിച്ച ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് പോലെയുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് നമ്മളുടെ 10th വരെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക്കും ഓൾജിബ്രയും ജോമെട്രിയും കുറച്ച് മോഡേൺ മാത്തും ആണുള്ളത്. അതായത് ഈ പറയുന്ന ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ടോപ്പിക്സ് മോഡേൺ മാത്തിലുള്ള ഇപ്പോൾ ലോഗരിതം പോലുള്ള കുറച്ച് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം എലിമെന്ററി ടോപ്പിക്സ് ആണ്. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ഇൻ വർക്ക്, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി, അല്ലെങ്കിൽ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇൻഡിസസ് ആൻഡ് സേർട്സ് പോലെയുള്ള സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിൽ ചോദിക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു 3.5-4 മാസം, 4 മാസത്തിന് മുകളിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം എന്റെ സിമ്പിൾ ആൻസർ ഈസ്, നിങ്ങൾ ഇത് കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ഈ കാറ്റ് ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷവും കാറ്റ് കമ്മിറ്റി IIMs എന്ന് പറഞ്ഞിട്ട് 6 IIMs ഉണ്ട്. IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നോ, ഇൻഡോർ ആൻഡ് കോഴിക്കോട്. ഇതിൽ ആര് വേണമെങ്കിൽ ഓരോ വർഷവും പല IIMകളാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവരിതിന്റെ ഡിഫിക്കൽട്ടിയിലും ഇതിന്റെ സിലബസിലും ഒക്കെ ഒരുപാട്, സിലബസ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നൊരു വെയിറ്റേജ്, ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പെർട്ടിക്കുലർ IIM നടത്തുമ്പോൾ. അല്ലെങ്കിൽ വെർബൽ എബിലിറ്റി കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാം, ക്വാണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം കാറ്റിന്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് കോണ്ടാക്ട് ആയിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അത് ചിലപ്പോൾ ഈസി ആയിരിക്കാം. ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ 3 ക്വസ്റ്റ്യൻ 22 ആൻസർ ചെയ്ത ആൾക്കാർ വരെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. ഈ വർഷം ആ 3 എണ്ണം ഞാൻ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടും. കാരണം ഇത്തവണ ചിലപ്പം 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ആൻസർ ചെയ്യേണ്ടി വന്നേക്കാം ഇഫ് കാറ്റ് ഈസ് ഈസി. അപ്പൊ നമുക്കിത് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജോമെട്രി അത്രയ്ക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ജോമെട്രി വിട്ടു എന്ന് വിചാരിക്കുക. അതേസമയം വേറൊരു വിദ്യാർത്ഥി നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാൾ ജോമെട്രി പഠിച്ചു, പക്ഷെ ജോമെട്രി അത്ര ഡെപ്തിൽ പഠിച്ചില്ല. അതായത് ജോമെട്രി പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു മെയിൻ ഫോക്കസ് ഏരിയ അല്ല. ബട്ട് ജോമെട്രി പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഈസി ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ലെവലിലെങ്കിലും പഠിച്ചിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ കാറ്റില് ജോമെട്രി എന്നാണ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കുറച്ചെങ്കിലും ആ ജോമെട്രി നോക്കി, എന്നാൽ ജോമെട്രി ഇഷ്ടം അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ജോമെട്രി നോക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദേ ക്യാൻ ക്ലിയർ ഓൾ ദോസ് 6 ക്വസ്റ്റ്യൻസ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. നിങ്ങൾക്കുള്ള ഈ കോൺസെപ്റ്റ്സ് ഒന്നും അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഉഴപ്പരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉഴപ്പാത്ത നിങ്ങൾ ഡെയിലി ഇതിന് വേണ്ടി ഒരു ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്താൽ ഈസിലി നിങ്ങൾക്ക് അടുത്ത ഒരു 2-2.5 മന്ത്സിൽ നിങ്ങൾക്ക് ഈ സിലബസ് ക്ലിയർ ചെയ്യാൻ പറ്റും. സിലബസ് ക്ലിയർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ
മോക്സും സ്ട്രാറ്റജീസും ഒക്കെ നോക്കി നിങ്ങൾക്ക് ക്യാറ്റിന് ഏസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് സിലബസ് വിടുക എന്നുള്ളത് ഒരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമത്തത് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് എത്ര മണിക്കൂർ ക്യാറ്റിനെ പ്രിപ്പയർ ചെയ്യണം. ഇതിന് ശരിക്കും ഒരു ഉത്തരവില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ബേസിക്സ് ഒക്കെ ഓക്കെ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം എഞ്ചിനീയറിങ്ങിനൊക്കെ ഓൾറെഡി ഒരു എൻട്രൻസ് പിന്നെയും എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ടച്ചിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1 മണിക്കൂർ പോലും കൊടുക്കാതെ തന്നെ ചിലപ്പോൾ ക്യാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ നമ്മളെ തന്നെ അളക്കുക. അതായത് ആദ്യം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നോക്കുക. ആദ്യത്തെ ഒരു 2-3 ആഴ്ച 4 ഇപ്പോഴാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതുവരെ ഉഴപ്പി നടക്കുക, അല്ലെങ്കിൽ അടുത്ത ഒരു മാസം ഫുൾ എഫേർട്ട് ഇട്ട് കിട്ടുന്ന സമയം മുഴുവൻ നിങ്ങൾ ഈ പറയുന്ന പ്രിപ്പറേഷന് വേണ്ടി, മോക്ക് എടുക്കാൻ വേണ്ടി, നിങ്ങളുടെ തന്നെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എനിക്ക് മോക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇനി 5 മണിക്കൂറോ 6 മണിക്കൂറോ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഡു ദാറ്റ്. 2 മാസം മുന്നേ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നമ്മൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ റീസൺ ഈസ് അവർ 5, 6, 7, 8 മണിക്കൂറൊക്കെ ആദ്യം തൊട്ട് തന്നെ സ്പെൻഡ് ചെയ്തിട്ട് മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറവ് മാർക്കേ കിട്ടുകയുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ തുടക്കം തൊട്ട് മോക്കിന് 50-60 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. സിംഗിൾ ഡിജിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10സിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്, അല്ലെങ്കിൽ മാക്സിമം 20സിലൊക്കെ ആയിരിക്കാം കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും സമയം എഫേർട്ട് ഇട്ടിട്ടും ഇങ്ങനെ മോക്കിന് കിട്ടുന്നുള്ളൂ മാർക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയി നിർത്തി പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇനി ഇറ്റ്സ് ഹൈ ടൈം യു ഷുഡ് ഗിയർ അപ്പ്. അത് എല്ലാവരും ചെയ്യണമെന്നല്ല, നിങ്ങളെ തന്നെ ഓൾറെഡി ഇപ്പോൾ കുറച്ചെങ്കിലും പ്രിപ്പറേഷൻ എഫേർട്ട് ഇട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മോക്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ ചിലപ്പോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ട് പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ദാറ്റ് വിൽ ബി സംതിങ് ടു ഡു വിത്ത് കൂടുതൽ ക്യാറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് കണ്ട് അതിൽ നിന്ന് കുറെ ഇൻസൈറ്റ്സ് എടുക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. അപ്പം ഇത് നമ്മളെ ബോർഡ് എക്സാമിന്റെ സംബന്ധിച്ചിടത്തോളം, ബോർഡ് എക്സാമിനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് 10 ചാപ്റ്റർ പഠിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഇത് വെച്ചിട്ട് പോകും. ഇത് പഠിക്കുക എന്നുള്ളത് ഈസ് ഓൺലി ലൈക്ക് 20-30%. അത് പ്രാക്ടീസ് ചെയ്യുക, അത് മോക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, പുതിയ സ്ട്രാറ്റജീസ് മെനയുക, എങ്ങനെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് എഫേർട്സിലൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര മണിക്കൂർ നിങ്ങൾ ഇതിന് ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സബ്ജക്റ്റീവ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് DLR സെറ്റ്സ് ചെയ്യാൻ നോക്കുക, എല്ലാ ദിവസവും അത് ചെയ്യുക. RCയുടെ കേസിലാണെങ്കിലും നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് RC സെറ്റ്സ് മോക്കായിട്ട് തന്നെ ചെയ്യുക. അതായത് സെക്ഷണൽ മോക്കായിട്ട് നിങ്ങൾക്ക് VRCയുടെ മോക്സ് എടുക്കാൻ പറ്റും. അപ്പം അത് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു RC സെറ്റ് എടുത്തിട്ട് ഒരു ടൈമർ വെച്ചിട്ട് ചെയ്യുക. ഇനി ടൈമർ ഇല്ലാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും വെച്ച് ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് 2-3 മണിക്കൂർ സ്വപ്നം കണ്ടിരിക്കുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വോൺ വർക്ക്. നിങ്ങൾക്ക് ആ ആൻസർ കിട്ടിയാൽ പോലും അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ടൈമർ വെച്ചിട്ട് ചെയ്യുക. ഇപ്പം ഒരു 3 മിനിറ്റ്സ് 2 to 3 മിനിറ്റ്സ് കൂടുതലൊന്നും ക്യാറ്റിൽ ഒരു ക്വസ്റ്റ്യന് കൊടുക്കാൻ പൊതുവെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. മാക്സിമം ഒരു 5 മിനിറ്റ്സ് ഒക്കെ കൊടുക്കാം. DLRലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൂടുന്നുണ്ടാവും. പക്ഷേ യൂഷ്വലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ വെർബലിലൊക്കെ അത്ര ടൈമാണ് നമ്മൾ കൊടുക്കുക ഒരു ക്വസ്റ്റ്യന്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒക്കെ കൊടുത്തോളൂ. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇപ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജസിൽ നിങ്ങൾക്ക് കൊടുക്കാം ഒരു ക്വസ്റ്റ്യന്. പക്ഷെ അതിൽ കൂടുതൽ ടൈം കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. കാരണം അങ്ങനെ അത് കിട്ടിയിട്ടും കാര്യമില്ല. അങ്ങനെ ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ബാക്ക്, റിവൈസ് ദി ടോപ്പിക് ആൻഡ് ദെൻ സി എങ്ങനെയാണ് ഈ ക്യാറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ളവർ സോൾവ് ചെയ്താൽ നോക്കുക ആൻഡ് തിരിച്ചു വരിക, നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ അത്യാവശ്യം അധികം ടൈം വേണം. നിങ്ങൾ കോൺസെപ്റ്റ് സിലബസ് മാത്രം നോക്കിയിട്ടാണ്. ട്രിഗ്നോമെട്രി എനിക്ക് പഠിക്കാൻ 1 ദിവസം, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കാൻ 2 ദിവസം, ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ചതിക്കുഴിയിലോട്ടാണ് നിങ്ങൾ പോകുന്നത് മനസ്സിലാക്കുക. ഡെയിലി പുട്ട് ഇൻ സം സോർട്ട് ഓഫ് എഫേർട്സ്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് പോകാതെ നോക്കുക. പല ആൾക്കാരും പറയാറുണ്ട് കസിൻ്റെ കല്യാണമാണ്, ഒരാഴ്ച എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ച നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ട. ഒരാഴ്ച നിങ്ങൾ സ്ഥിരം നിങ്ങൾ 2.5 മണിക്കൂർ ഇടുന്ന ആളാണെങ്കിൽ ആ ഒരാഴ്ച നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതായത് എപ്പോഴെങ്കിലും സമയം കണ്ടുപിടിച്ച് ഒരു 5 ക്വാണ്ടിറ്റേറ്റീവിന്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു RCയും ഒരു DLR സെറ്റും ഒരു 5 ക്വാണ്ടിറ്റേറ്റീവ് എങ്കിലും ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സെമസ്റ്റർ എക്സാം പരീക്ഷ നടക്കുകയാണ്. സെമസ്റ്റർ എക്സാം പരീക്ഷ, ഞാനും ഒരുപാട് സെമസ്റ്റർ എക്സാം പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. സെമസ്റ്റർ എക്സാം പരീക്ഷ എത്ര വലിയ ടോപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂറും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാവും, കിടക്കുന്നുണ്ടാവും, റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് ഒരു 5 ക്വാണ്ടിറ്റേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ഇനി ഞാൻ 5-6 മണിക്കൂർ എന്ന് പറയുന്നതുകൊണ്ട്
വർക്ക് ചെയ്തുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി കോളേജിൽ നല്ല ഹെക്ടിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്രീ ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് അവിടെ ഇരുന്ന് തന്നെ സോൾവ് ചെയ്യുക ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് നിങ്ങൾ ഈ വർഷത്തെ കാറ്റ് ഡെഫിനറ്റ്ലി ഏസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇനിയും കൂടുതലും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരും വീഡിയോകളിൽ വരുന്നതാണ്. So thanks a lot for watching my video and do subscribe to my channel. Thanks a lot. Bye bye.